ഇത് നമുക്ക് ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് അളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ഫ്ലോററ്റ്സ് വേണം, അത് പൊരിച്ചെടുക്കാനുള്ള മൈദയും കോൺഫ്ലവറും വേണം. പിന്നെ നമ്മുടെ ഗ്രേവിക്കായിട്ടുള്ള സവാള 2 തരത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ക്യൂബ്ഡായിട്ടും ഒന്ന് ഫൈൻലി ചോപ്ഡായിട്ടും. അതുപോലെ തന്നെയാണ് ക്യാപ്സിക്കവും കുറച്ച് ക്യൂബ്ഡായിട്ടും കുറച്ച് ഫൈൻലി ചോപ്ഡായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗോബി മഞ്ചൂരിയന് നമുക്ക് അധികം സാധനങ്ങൾ വേണ്ട, എല്ലാം കുറച്ച് മതി. പിന്നെ നമ്മൾ ഗാർലിക്കും അതുപോലെ ഫൈൻലി ചോപ്ഡായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചറും അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൈസ് ആകെ പെപ്പർ പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ ഓണിയൻ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളുണ്ട്. കൊറിയാണ്ടർ ലീവ്സും. പിന്നെ സോസസ് വേണ്ടത് ചില്ലി സോസും സോയ് സോസും ചില്ലി പേസ്റ്റും കുറച്ച് വിനീഗറും പിന്നെ ഫ്രൈ ചെയ്യാനുള്ള ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോറും 4 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. മൈദയുടെ നേരെ ഹാഫ് കോൺഫ്ലോർ എടുത്താൽ മതി, അതിൻ്റെ ക്വാണ്ടിറ്റി അങ്ങനെ നോക്കിയാൽ മതി. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്, ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ അളവിനനുസരിച്ച്. പിന്നെ കുറച്ച് സോയ് സോസ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കണം. ഇത് ലംസ് ഒന്നും വരാതെ ഇതുപോലൊരു ബാറ്ററാക്കി എടുത്താൽ മതി. ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ചൂടാവുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഈ ബാറ്ററിൽ നമുക്ക് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഫ്ലോററ്റ്സ് ഫുള്ള് അതിൽ മുങ്ങണമെന്നൊന്നുമില്ല ബാറ്ററിൽ. അതായത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ടൊന്ന് എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് 2 തവണയായിട്ട് പൊരിച്ചെടുക്കാം. ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ ഒന്ന് വറുത്ത് കോരാം നമുക്ക് ഈ ഒരു കളറാവുമ്പോൾ. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ പൊരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഫ്ലോററ്റ്സ് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കി കഴിയുമ്പോൾ. ഏകദേശം ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ വറുത്ത് കോരുക. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് വറുത്ത് കോരാം. ഇത് ഇനി ഗ്രേവിക്കുള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഗാർലിക്കും ജിഞ്ചറും ഫൈൻലി ചോപ്ഡായിട്ട് എടുത്ത് വെച്ചത് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഒരു മണം വന്ന് തുടങ്ങുമ്പോൾ അതെ സവാളയും കൂടി ഇട്ടിട്ടുണ്ട്. സവാള രണ്ടായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ടുണ്ട്, ക്യൂബ്ഡും ഇട്ടിട്ടുണ്ട്, മറ്റേ ഫൈൻലി ചോപ്ഡും ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇത് ഒന്ന് സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ക്യാപ്സിക്കവും കൂടി ഇടുവാണ്. ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻസും കൊറിയാണ്ടർ പൗഡറും കുറച്ച് ഇട്ട് കൊടുത്തു. കുറച്ചേ ഇട്ടിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പെപ്പർ പൗഡർ ഇട്ടു. സോസസ് ആദ്യം സോയ് സോസ് ഒഴിച്ചു. സോയ് സോസും ചില്ലി സോസും ഒരേ ക്വാണ്ടിറ്റി എടുത്താൽ മതി. അതുപോലെ ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചില്ലി പേസ്റ്റ് കുറയ്ക്കാം. പിന്നെ കുറച്ച് വിനീഗറും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിനീഗറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇടുന്നത് നല്ലതാണ്. ഇത് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ, അത് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിക്കായിട്ടുള്ളൊരു ഗ്രേവി കിട്ടും. നിങ്ങൾക്ക് ഗ്രേവി വേണ്ടെങ്കിൽ അതിൽ തന്നെ ഈ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഇട്ടാലും മതി. അതൊന്ന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചത്. ഇനിയിപ്പോൾ ഇതിൽ ഗ്രേവി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ഗ്രേവി ആയിട്ട് കിട്ടും. നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കൊറിയാണ്ടർ ലീവ്സും സ്പ്രിംഗ് ഓണിയൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.